നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ വംശജനായിരുന്ന മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുത്തു. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു വളരെ സന്തോഷം തോന്നുന്നൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. മിസോറി സിറ്റിയുടെ മേയറായിട്ട് ഒരു മലയാളി ഒരിക്കൽ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് എന്ത് തോന്നുന്നു സാർ? നമുക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും ബ്രിട്ടനും എല്ലാം അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണിതെല്ലാം. അതായത് പൊതുവെ വളരെ ലിബറലായിട്ടുള്ള ആ സമൂഹങ്ങളിലൊക്കെ പലപ്പോഴും മലയാളികൾ മേയർമാരാവാറുണ്ട്. പ്രധാനമന്ത്രി പോലും ആയിട്ടില്ല. ഋഷി സുനാക്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡന്റായിട്ടും ഒക്കെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹം കാണിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ഉൾക്കൊള്ളൽ, ഇൻക്ലൂസീവ് മൈൻഡിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് ലോകത്തിന് തന്നെ, ആ രാഷ്ട്രങ്ങൾക്ക് തന്നെ അഭിമാനിക്കാവുന്ന വിശാല മനസ്കതയാണ്. അതേസമയം മംദാനിയുടെ കാര്യത്തിൽ നമുക്ക് അത്രമാത്രം അഭിമാനിക്കാമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അതെ, അതായത് മംദാനിയുടെ വിജയമാണ് ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ഒരു ഇസ്ലാമിക പക്ഷവാദിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അമേരിക്ക ഇസ്ലാമിനെ പീഡിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഫിക്സ് ചെയ്യപ്പെട്ടത്. അതുതന്നെയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യക്കാരിയായിട്ടുള്ള നയ്യാർ എന്ന മീര നായരുടെയും അവർ സ്നേഹിച്ച പാകിസ്ഥാൻകാരൻ്റെയും പുത്രനാണ്. ഇവിടെ നോക്കൂ, മതേതരത്വം ഇവിടെ മംദാനി എന്നുള്ള മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മോദി വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ. മറ്റൊരു മേയറും, പലപ്പോഴും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് മേയർമാരായിട്ട് വന്നിട്ടുള്ളത്. അത് ബ്രിട്ടനിലായാലും ശരി, അത് അമേരിക്കയിലായാലും ശരി. അവരൊന്നും ഈ വർഗീയത എന്ന് പറയുന്ന വിഷം തുപ്പുന്നവരായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം വർഗീയതയുടെ വിഷം ചീറ്റുന്ന ആളാണ്. ആ വർഗീയതയുടെ വിഷം ചീറ്റുന്ന ഒരാൾ മേയറായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് അഭിമാനിക്കാൻ വലുതായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഇനി അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ, കാലം കാത്തുവച്ചിരിക്കുന്ന കാര്യങ്ങളാണത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരെ സന്തുഷ്ടനല്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ. അതിൽ കാരണം ഈ ഹിന്ദു വിരുദ്ധതയല്ല, മറിച്ച് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള ഒരു കാര്യമാണ്. ട്രംപിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിനൊരു ഗുണവും ചെയ്യാത്ത ദ്രോഹം മാത്രം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഏതാണ്ട് മക്കാർത്തിയുടെ ഒരു ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. മക്കാർത്തിയിസം എന്ന് വേണമെങ്കിൽ നമുക്കറിയാമല്ലോ. മക്കാർത്തിയാണ് വേട്ടയാടൽ നടത്തിയത്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വേട്ടയാടൽ നടത്തിയ ആളാണ് മക്കാർത്തി. അതുകൊണ്ടാണ് മക്കാർത്തിയിസം എന്ന് പറയുന്നത്. അപ്പോൾ മക്കാർത്തിയിസം മാത്രമല്ല, മൗദൂദിസം കൂടി ആരോപിക്കപ്പെടുന്ന ആളാണ് മംദാനി എന്ന് പറയുന്ന ആൾ. മൗദൂദിസം, ആഗോള ഇസ്ലാം, അതിൻ്റെ അജണ്ടയാണ് അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞത്. അങ്ങനെ ഒരാൾ ജയിച്ചു എന്നുള്ള അത്ഭുതമാണ്, തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ്. പക്ഷേ അഭിമാനമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അല്ല, ഇത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നു, കാരണം ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയോടുള്ള എതിർപ്പാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പായിരിക്കാം ഇദ്ദേഹത്തിനൊരു വിജയം കൊടുത്തെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ചിട്ട്? ശരിയായ ദിശയിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണത്, തീർച്ചയായിട്ടും. കാരണം ട്രംപിനോടൊരു എതിർപ്പ് വളരെ കലുഷമായിരിക്കുകയാണ് അമേരിക്കയിലാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം അതിലധികം അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും കൂറ്റൻ പ്രകടനങ്ങളിലൊന്ന് ട്രംപ് ഈസ് നോട്ട് കിങ് എന്ന ബാനറുകൾ പിടിച്ചുകൊണ്ട് അപാലവൃദ്ധം ജനങ്ങൾ, എല്ലാ പ്രായത്തിലുമുള്ള ജെൻസി മാത്രമല്ല അതിലുള്ളത്, എല്ലാവരും കൂടി നടത്തിയ വമ്പിച്ച പ്രകടനമാണ്. അപ്പോൾ അതിൽ ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു, കലാകാരന്മാരുണ്ടായിരുന്നു, എല്ലാവരും ചേർന്ന ഒരു പ്രകടനം. ഇതുപോലൊരു പ്രകടനം കണ്ടിട്ടില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ട്രംപ്. അതുപോലെ ട്രഷറി പൂട്ടിക്കിടക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ പെൻഷൻ കൊടുക്കുന്നില്ല, കുടിശ്ശികയായിട്ട് കിടക്കുന്നു അവസ്ഥ. അതുപോലെ തന്നെ ആണ് അദ്ദേഹം എടുക്കുന്ന പ്രസിഡൻഷ്യൽ ഓർഡറുകൾ, ഏകാധിപത്യ പ്രവണതകൾ, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഓരോ രാജ്യത്തിനും അങ്ങ് ചുങ്കം ഏർപ്പെടുത്തുക. അമേരിക്കയുടെ പാരമ്പര്യവും ലോകരാജ്യങ്ങളുടെ ബന്ധവും
അവരുമായിട്ടുള്ള ബന്ധവും ഒന്നും ഉൾക്കൊള്ളാതെ ചുമ്മാ ഒപ്പിട്ടിരിക്കുന്നതിനെതിരെ അമേരിക്കയിലെ ഒരു ലോബിയുണ്ട്. സയണിസ്റ്റ് ലോബി പോലെ അപകടകരം, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള, കാരണം ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായതുകൊണ്ടുള്ള ഒരു ലോബി, അവർക്ക് അനുകൂലമായിട്ട് ലോബി. ആ ലോബി വളരെ ശക്തമായിട്ട് ട്രംപിൻ്റെ ഈ നയങ്ങളെ എതിർത്തിരിക്കുകയാണ്. മുൻ വൈസ് പ്രസിഡന്റ് പോലും അപലപിച്ചു, ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശരിയാക്കണം. അവരുടെ ഐക്യരാഷ്ട്രസഭയിലെ എൻഒഇ പോലും പറഞ്ഞു ഇത് ശരിയല്ല, ഇന്ത്യയെ വെറുപ്പിക്കരുത്, ഇന്ത്യയെ വെറുപ്പിക്കുന്ന ഒപ്പിടീലുകൾ നിങ്ങൾ നടത്തരുത്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സുകൾ നിങ്ങൾ ഇഷ്യൂ ചെയ്യരുതെന്നൊക്കെ വാൺ ചെയ്തു. അതൊന്നും നോക്കാതെ ഒരു ചുവപ്പ് കണ്ട കാളയെപ്പോലെ ചുരം മാന്തിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് സമയം ചെയ്യുന്നു. അങ്ങനെ ഒരാൾ മാത്രം എടുക്കുന്ന ഒരു തീരുമാനം ലോകത്തെ മുഴുവൻ അപകടപ്പെടുത്തും. അതുതന്നെയാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ കാര്യത്തിൽ സംഭവിച്ചത്. അദ്ദേഹം മാത്രം എടുക്കുന്നു, മറ്റുള്ളവരെ തലകുലുക്കി സമ്മതിക്കുന്നു, ഒരു എതിർപ്പുമില്ലാതെ. ഇവിടെ എതിർപ്പുകൾ ഉണ്ടാവുന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി സ്തംഭം തന്നെയാണ്. അല്ലേ? ഇതോടൊപ്പം തന്നെ ഈ പരമ്പരാഗതമായിട്ടുള്ള അമേരിക്കൻ നിവാസികൾക്ക് എതിരായിട്ട് അമേരിക്കയുടെ മിക്കവാറും എല്ലാ സിറ്റികളിലും പുതിയ പുതിയ ആളുകൾ, കുടിയേറിയ വംശജര് അധികാരത്തിന്റെ വാതിലേക്ക് വരുന്നുണ്ട്. അല്ലേ? ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മലയാളിയായിട്ടുള്ള. അതിന് മുൻപ് വേറൊരു മലയാളി കൂടി ഒരിക്കൽ വന്നിട്ടുണ്ടെന്നാണ് ഈ തിരുവല്ലക്കാരൻ അങ്ങനെ എന്തൊരു അല്ല, പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ, അതുപോലെ മധ്യ കേരളം, ഈ ഭാഗങ്ങളിലുള്ള ധാരാളം ആളുകൾ പണ്ടേ അവിടെ കുടിയേറിയവരാണ്. നമ്മുടെ ഈ പിന്നെ വടക്കൻ മലയോര പ്രദേശങ്ങളുണ്ടല്ലോ, വടക്കുള്ള മലയോര പ്രദേശങ്ങൾ, കോട്ടയത്തെ അല്ല, വടക്കൻ മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവർ, അവരൊക്കെ തന്നെ പോലെ തന്നെ പണ്ടേ ഇങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറിയവരുണ്ട്. അവർ പലരും ഇതുപോലെ വലിയ വിജയങ്ങൾ നേടി ചിലപ്പോൾ ഫെഡറൽ മന്ത്രിസഭയിൽ തന്നെയോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നഗരങ്ങളിലോ ഒക്കെ വിജയിച്ചു വരാറുണ്ട്. ഇദ്ദേഹം തന്നെ സിറ്റി കൗൺസിലറായിരുന്നു. സിറ്റി കൗൺസിലറായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യൻ വംശജനായിരുന്നു അദ്ദേഹം, മിസൗറിയിൽ. അങ്ങനെ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഇദ്ദേഹം മൂന്നാമത്തെ തവണയാണ് മേയറായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിൽ അത്ഭുതമില്ല. പക്ഷെ അദ്ദേഹം നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, ഈ മലയാളി, നമ്മുടെ അഭിമാനമായ കോട്ടയത്തുകാരനായ ഈ മലയാളി നേടിയ ഭൂരിപക്ഷം, അത് മംദാനി ന്യൂയോർക്ക് സിറ്റിയിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ്. മംദാനിക്ക് 8%, തൊട്ടടുത്ത റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയേക്കാൾ 8%-ൻ്റെയാണ് വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ കാണും. ഇവിടെ 10%-ൻ്റെ വ്യത്യാസത്തിൽ എന്ന് പറഞ്ഞ ഒരു തകർപ്പൻ വിജയമാണ് ഈ മിസൗറി സിറ്റി മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട റോബിൻ ഇലക്കാട്ട് എന്ന് പറയുന്ന ആൾ എടുത്തിരിക്കുന്നത്. ഇലക്കാട്ട് എന്ന് പറയുന്ന കുടുംബ പേരാണ്. കാരണം അവിടുത്തെ കോട്ടയത്ത് പ്രത്യേകിച്ചുമുള്ള തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളൊക്കെ കുടുംബ ബന്ധങ്ങൾ വളരെ പവിത്രമായിട്ട് കരുതുന്നവരാണ്. കാരണം അത് ഇന്ത്യയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ശരിക്കും ഇപ്പോൾ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന, അവരുടെ അച്ഛനെയും അമ്മയും നോക്കുന്ന കാര്യത്തിലായാലും ശരി, ആ നിഷ്ഠ പാലിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. പ്രത്യേകിച്ച് ഈ സിറോ മലബാർ സഭയിലെ അച്ഛനെ കുടുംബത്തെ സംരക്ഷിക്കുന്നവരാണ്. കുടുംബ ബന്ധങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം അമേരിക്കയിൽ കൂടി, കാരണം 5 വയസ്സുള്ളപ്പോഴും അഖിലേന്ത്യാണ് വായിച്ചത്. അതെ. അപ്പം അങ്ങനെ കുടിയേറി ഇപ്പം മൂന്നാമത്തെ തവണയും വമ്പിച്ച ഭൂരിപക്ഷം. അതായത് നമ്മളൊരു കാര്യം ഓർക്കണം, അവിടെ വരാൻ സാധ്യതയുള്ള ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറാണ്. അതിനെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹം എതിരാളിയെ മാത്രമല്ല തോൽപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്ന, സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഈ ആൻറ്റി ഇൻകുംബൻസി ഭരണവിരുദ്ധ വികാരങ്ങളെ കൂടി വിജയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ മേയറായത് തീർച്ചയായിട്ടും ലോകത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളി എന്നുള്ളത് നമുക്കും. അതെ, കാരണം അവരെ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തോട് ലോയൽറ്റി കാണും. ആ ലോയൽറ്റി വേണം. നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയോട് ലോയൽറ്റി കാണിക്കണം, ഇടം തടിഞ്ഞ് നിൽക്കരുത്, രാഹുൽ ഗാന്ധിയെ പോലെ. ആ ഒരു സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് പിന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കാം. 2009 അദ്ദേഹം ആദ്യമായി സിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2011-ലും 2013-ലും കൗൺസിൽ അംഗമായി. 2015 രാഷ്ട്രീയം ഉപയോഗിച്ച് ബിസിനസ്സിലേക്ക് പോയി. പിന്നെ 2020 വീണ്ടും അദ്ദേഹം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം. അതുപോലെ തന്നെ ടീനയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. കേരളീയർക്കെല്ലാം സന്തോഷിക്കാവുന്ന ഈ വാർത്ത പക്ഷേ ഒരു ചെറിയ കഷ്ണമാക്കി പത്രങ്ങളകത്ത് കൊടുത്തിരിക്കുന്നു. മംദാനി ജീവിച്ച വലിയൊരു വിജയമായിട്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പത്രങ്ങൾക്ക് തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും എത്രമാത്രം അഭിമാനമുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ചെറിയ ഒരു ആശങ്ക ഉണ്ടാവുന്നുമുണ്ട്. സത്യമാണോ?